സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡിംഗ് എക്സസൈസോടെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. സോ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ എൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് ആണ്. സോ നമ്മൾ നേരത്തെ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേണ്ടത് യൂസർ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുക. ഇപ്പോൾ 1, 10, 20, 100, 5, 7 അങ്ങനെ കുറേ നമ്പേഴ്സ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏതാണ് അതിനകത്ത് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂസ് എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ മാക്സ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത് യൂസ് ചെയ്യാതെ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ എങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ സെക്ഷൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞ സെക്ഷൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഹിൻറ്റ് തരാം. അതായത് നിങ്ങൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ദെൻ അതിനകത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ലിസ്റ്റിൻ്റെ ഫസ്റ്റത്തെ ഇൻഡെക്സ് വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ദെൻ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ആ ലിസ്റ്റിനകത്തുള്ള ഓരോ വാല്യൂസും ചെക്ക് ചെയ്യുന്നു. ദെൻ ആ ഓരോ വാല്യൂസും നമ്മുടെ മാക്സിമം നമ്പറിനേക്കാളും ഗ്രേറ്റർ ദാൻ, അപ്പോൾ ഫസ്റ്റത്തെ ഇൻഡെക്സിനകത്ത് നമ്മൾ യൂസർ കൊടുത്തത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഇൻഡെക്സിനെ മാക്സിമം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ 10 എന്നാണ് കിടക്കുന്നത്. ദെൻ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ ലിസ്റ്റും ചെക്ക് ചെയ്യുകയാണ്. സോ ഓരോ ലിസ്റ്റും ഫസ്റ്റ് ഇൻഡെക്സിൽ 10നേക്കാളും, അപ്പോൾ മാക്സിമം നമ്പർ അതിൻ്റെ ഉള്ളിൽ കയറും. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഈഫ് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഈഫ് ലൂപ്പ് കൊടുത്തിട്ടുണ്ടാവും. ആ ഈഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം ഈ മാക്സിമം നമ്പറിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണോ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യുന്നത്, ഫോർ ലൂപ്പിൻ്റെ വേരിയബിൾ പൈ ആണ് കൊടുത്തെങ്കിൽ ഐക്കകത്തേക്ക് ആ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ ആണ് കിടക്കുന്നത്. അത് മാക്സിമം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ഇതിനേക്കാളും വലുതാണോ ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിനകത്ത് 10 ആണ് കിടക്കുന്നത്. 10നേക്കാളും ഗ്രേറ്റർ ദാൻ അല്ല, അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യത്തില്ല. ഞാൻ അടുത്ത വേരിയബിൾ ചെക്ക് ചെയ്യും, അടുത്ത ഇൻഡെക്സ് ചെക്ക് ചെയ്യും. അതിനകത്ത് ചിലപ്പോൾ 5 ആണ് കിടക്കുന്നത്. അപ്പോൾ 5 വലുതല്ല, അതുകൊണ്ട് തന്നെ അതും ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറത്തില്ല. ദെൻ അടുത്ത് കിടക്കുന്നത് ചിലപ്പോൾ 20 ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഇൻഡെക്സ് 10നേക്കാളും വലുതാണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്താണ്, ആ മാക്സിമം നമ്പറിനെ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്പർ ഈക്വൽ ടു ആ ഫോർ ലൂപ്പിൻ്റെ ആ വേരിയബിളിനകത്തുള്ള ആ ഇൻഡെക്സിനകത്തുള്ള വാല്യൂ എന്താണ്, ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ മാക്സിമം നമ്പർ അപ്പോൾ 20 ആയിട്ട് മാറി. അപ്പോൾ 10 മാറിയിട്ട് 20 ആയി. ദെൻ അടുത്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യുക. അതിനകത്ത് ഏറ്റവും വലുത് ഏതാണോ അത് മാക്സിമം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും. ദെൻ അത് നമുക്ക് ഫൈനലി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ കിട്ടും. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനകത്തേക്ക് നിങ്ങൾ നോക്കുക. സോ ഞാനിവിടെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഒന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ നമ്പേഴ്സ് ഒന്ന് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു നെയിം കൊടുത്തു, നമ്പേഴ്സ്. ഓക്കെ, എൻ്റർ ലിസ്റ്റ് സെപ്പറേറ്റഡ് ബൈ ലിസ്റ്റ് നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ദെൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് സോ ഇങ്ങനെ ഒരു വാല്യൂ ആണെങ്കിൽ ആ വാല്യൂവിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനകത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ കൗണ്ട് യൂസ് ചെയ്യാം, ഫോർ ലൂപ്പിൻ്റെ ഈ ഒരു മെത്തേഡ്. സോ ആദ്യമേ നമുക്ക് കൗണ്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഫോർ ലൂപ്പിനകത്ത് ഇൻ റേഞ്ചിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് നമ്പേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ എവിടെ യൂസ് ചെയ്തില്ലേ, കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള രീതിയിൽ. സോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫോർ ലൂപ്പിനകത്ത് ഹൈറ്റ് ലിസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഓരോന്നും ഇവിടെ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ദെൻ ആ കൗണ്ട് വെച്ചിട്ട് നമുക്ക് ആ ഇൻഡെക്സ് വാല്യൂവിനെ നമുക്ക് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്യുവാണ്. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ആ ഇൻഡെക്സ് വാല്യൂവിനെ വെച്ചിട്ട് നമുക്കിവിടെ കൊടുക്കാം. സോ ഇവിടെ നമ്പേഴ്സ് ഓക്കെ. ദെൻ ഇതൊന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ,
സോ ഇവിടെ എറർ വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ സ്ട്രിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കിവിടെ ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. സോ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല അതിനെ. സോ ഞാനിവിടെ നമ്പേഴ്സ് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കണമല്ലോ. ഇപ്പോൾ ഒറ്റ സ്ട്രിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ നമ്പേഴ്സ് സ്പ്ലിറ്റ് നമ്പേഴ്സ് ഡോട്ട് സ്പ്ലിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ എററായിരിക്കും, കാരണം നമുക്കിവിടെ നമ്പേഴ്സ് ലിസ്റ്റിൻ്റെയാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. സോ നമ്പേഴ്സ് ലെങ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വേരിയബിൾ മാറ്റി കൊടുക്കണം. നമ്പേഴ്സ് ലിസ്റ്റ് ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് ഇൻറ്റീജറായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്ത ആ കൗണ്ട് വാല്യൂ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഓക്കെ. സോ നമുക്കിപ്പോൾ ലെങ്ത് കിട്ടിയിട്ടുണ്ട്, അല്ല നമുക്ക് സ്ട്രിങ് ആയിട്ട് ഓരോന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് മാക്സിമം ആയിട്ടുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്ക് ഒരു വേരിയബിൾ കൊടുക്കാം, മാക്സിമം നമ്പർ സീക്വൽ ടു നമുക്ക് ഈ നമ്പർ ലിസ്റ്റിനകത്തുള്ള ഫസ്റ്റ് ഇൻഡെക്സിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്പേഴ്സ് ലിസ്റ്റ് 0th ഇൻഡെക്സിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0th ഇൻഡെക്സ് വാല്യൂ ഇപ്പോൾ 15 ആണെങ്കിൽ 15 ആയിരിക്കും ആദ്യം മാക്സിമം നമ്പറായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം ഐ ഇൻ നമ്പേഴ്സ് ലിസ്റ്റ്. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ എന്താണ്, സോ നമുക്ക് ഈഫ് ലൂപ്പിനകത്ത് കയറാം. ഈഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ മാക്സിമം നമ്പർ ഗ്രേറ്റർ ദാൻ, മാക്സിമം നമ്പറിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണോ ഐ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ മാക്സിമം നമ്പർ സീക്വൽ ടു ഐ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഫൈനലി നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് മാക്സിമം നമ്പറിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ ഇവിടെ മാക്സിമം നമ്പർ കിട്ടിയിരിക്കുന്നത് 13 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ആണ് 13 കിട്ടിയിരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഐ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇത് സിമ്പിൾ തിരിച്ചു കൊടുത്താലും മതി. സോ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്, 86 ആണ് ഹയസ്റ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത്രയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തരുന്നു. മാക്സിമം നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഫസ്റ്റത്തെ ഇൻഡെക്സിനെ അസൈൻ ചെയ്തു. ദെൻ നമ്മൾ ഫോർ ലൂപ്പിൽ ഓരോന്ന് ചെക്ക് ചെയ്യുകയാണ്. ദെൻ ഓരോ ഇൻഡെക്സ് വാല്യൂവിലുള്ള വാല്യൂവും ഈ മാക്സിമം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ അങ്ങനെ ആണെങ്കിൽ ആ ഒരു വാല്യൂവിനെ മാക്സിമം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ ഫൈനലായിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ മാക്സിമം ഫംഗ്ഷൻ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോഡിംഗ് എക്സസൈസ് ആണ്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.